Oncology, Government Medical College, Thrissur. Dr. Febin, Amala, Department of Radiation Oncology, Amala Medical College. Dr. Prema, Head of Department of Radiation Oncology, Government Medical College, Thrissur. Dr. Febin. Prema Kaya. Febin Anthony. Amala Medical College, Department of Radiation Oncology. കേരളത്തിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകളുടെ ഏറ്റവും വലിയ സംഗമമായ കാൻ കേരള അറോയ്ക്കോൺ 2026 തൃശ്ശൂരിൽ നടക്കാൻ പോവുകയാണ്. തൃശ്ശൂരിൽ ഫെബ്രുവരി 20 മുതൽ 22 വരെ തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ വെച്ചാണ് നടത്താൻ പോകുന്നത്. അസോസിയേഷൻ ഓഫ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെ ഈ വാർഷിക സമ്മേളനം സംഘടനയുടെ രൂപീകരണത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നതും ഇതിനൊരു പ്രത്യേകതയുണ്ട്. സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ: ഒന്നാമതായി പ്രമേയം, ആഗോള വിജ്ഞാനം, പ്രാദേശിക പരിഹാരങ്ങൾ, കേരളത്തിനായി മികച്ച രീതികൾ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ചർച്ചകൾ നടക്കുന്നത്. ലോക ക്യാൻസർ ദിനത്തിന്റെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന സന്ദേശവും ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നു. പ്രധാന സെഷനുകൾ സ്തനാർബുദം, ശ്വാസകോശ അർബുദം, തലയിലും കഴുത്തിലും തുടങ്ങിയ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ സെഷനുകൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രിസിഷൻ റേഡിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഓങ്കോളജിയിൽ എങ്ങനെ AI പ്രയോഗിക്കാം എന്നിവയിൽ വിദഗ്ധർ ചർച്ചകൾ നടത്തും. പ്രത്യേക പ്രഭാഷണങ്ങൾ: പ്രിസിഷൻ റേഡിയോതെറാപ്പിയിലെ പുരോഗതിയെ പറ്റി പ്രൊഫസർ R. മഹാദേവൻ സ്മാരക പ്രഭാഷണവും ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ അതിജീവനത്തെ കുറിച്ച് പ്രൊഫസർ A. സുധാകരൻ സ്മാരക പ്രഭാഷണങ്ങളും നടത്തുന്നതാണ്. യുവ ഡോക്ടർമാർക്കായി മികച്ച അവസരം നൽകുന്നു. മികച്ച ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഡോക്ടർ സുബൈദ ബീഗം സ്മാരക അവാർഡ് യുവ ഡോക്ടർമാർക്കായി നൽകുന്നുണ്ട്. ഇനി കേരളത്തിലെ ക്യാൻസർ രോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ക്യാൻസർ ബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. 2024 ഏകദേശം 61,175 പുതിയ ക്യാൻസർ രോഗികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിന് വലിയ ഒരു പ്രസക്തിയുണ്ട്. ചികിത്സാ കേന്ദ്രങ്ങളെ വികേന്ദ്രീകരിച്ച് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള നയരൂപീകരണ ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റുകൾ, ഗവേഷകർ, നയരൂപകർത്താക്കൾ എന്നിവരുൾപ്പെടെ വിപുലമായ വിദഗ്ധർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. 250 250ഓളം ഡോക്ടർമാർ സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. ഇതിന്റെ ഉദ്ഘാടനം ഇത് ഫെബ്രുവരി 20 മുതൽ 22 വരെ 3 ദിവസത്തെ സമ്മേളനമാണ്. ഉദ്ഘാടനം 21-ാം തീയതി വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെയാണ് നടത്തുന്നത്. അത് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ നാഷണൽ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിന്റെ അസോസിയേഷന്റെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ CS മധു ആണ് ഉദ്ഘാടനം നടത്തുന്നത്. 20-ന് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള സെഷൻസ്, യുവ ഡോക്ടർമാർക്കായിട്ടുള്ള ക്വിസ് മത്സരങ്ങള്. ഇല്ല, രാവിലെ ഇല്ല, അത് വൈകുന്നേരം 4 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20-ാം തീയതി. ഇങ്ങനെ ക്യാൻസർ ബാധിച്ച് പുതിയ ശാസ്ത്രമൊക്കെ വളർന്നിട്ടുണ്ട്.
വർദ്ധിക്കുന്നതിന്റെ കാരണം ഒന്ന് നമ്മളുടെ എയർ പൊല്യൂഷൻ നന്നായിട്ടുണ്ട്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് തടയിടാൻ പറ്റുന്ന അവസ്ഥ ടിവിയൊക്കെ നിയന്ത്രിച്ചില്ലോ എന്ന് പറയുന്ന മാതിരി ഒരു സാധ്യതകളൊന്നും നിങ്ങളുടെ ഗവേഷണത്തിലുണ്ടോ? സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ എയർ പൊല്യൂഷൻ, ഫുഡിന്റെ ഹാബിറ്റ്സുകൾ കൊണ്ട്, പിന്നെ മറ്റ് ഹാബിറ്റ്സുകൾ, സ്മോക്കിംഗ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും, ക്യാൻസറിനെ നിയന്ത്രിക്കാം. 944